ഒന്നാമത്തെ ദിവസം നല്ല രീതിയിൽ പോയത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേന് ഈ പണിയായിട്ട് പാളി. എന്താണെന്നറിയോ, വയറിനൊരു ഗുളുകുളു രാത്രി മുതൽ എന്താണ്ടായിന്നറിയോ, എവിടെയോ എന്തോ ഒരു പാളിച്ച പോലെ സംഭവിച്ചു പോയി. ഇനി പറഞ്ഞ കാര്യമില്ല, എന്തായാലും ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകാമെന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ ഉപ്പച്ചി പറഞ്ഞാൽ നമ്മളെ റൂമിൻ്റെ അടുത്ത് ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോളോ ഗ്രാഡിൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ്. ഇവിടെ പോയപ്പോൾ ഡോക്ടർ ഫീസ് കിടപ്പോൾ ഞെട്ടിപ്പോയി. 850 രൂപ. എന്താ ചെയ്യുക, വയറ് ശരിയാവണ്ടേ, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഈ മരുന്നൊക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു, ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നു. ഇപ്പച്ചി അവിടെ കിടക്കെ നടക്കാൻ പോയി, ഞങ്ങൾ പോയില്ല. വയറിന് പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകാനാ, സംഗതി ആകെ പടിവാളൂലേ. അപ്പോൾ രാത്രി നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പച്ചും ഉപ്പഞ്ഞും ദീദിയൊക്കെ കൂടിയിട്ട് ഇതൊക്കെ തിന്നാണ്. നമുക്ക് പിന്നെ ഒരു വഴിയില്ല. ഇപ്പോൾ ഇനി ഒന്നും തിന്നാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോണത്. രാത്രി പുറത്തൊക്കെ ഇറങ്ങി അവിടെ അങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലേറ്റ് വന്നപ്പോൾ ദീദി പറയുകയാണ് നമുക്ക് ഈ ലേറ്റ് മേടിച്ച് നാട്ടിൽ കൊണ്ടുപോകാം. നാട്ടിൽ അത് കൊണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പച്ചി ഒരു ചായ മേടിച്ചു കൊടുത്ത്. ദീദിക്കും ഉപ്പച്ചിക്കും ഒക്കെ ചായ കിട്ടി. എനിക്ക് മാത്രം കിട്ടിയത് എന്താണ്, ORS. എന്താ ചെയ്യുക, വയറ് ശരിയാവേണ്ട, ORS കുടിക്കുക ഇത് തന്നെ. ഇപ്പോൾ 2 ദിവസമായിട്ട് പരിപാടി. ഞങ്ങൾ നേരെ പോയത് ഈ ഒരു മാളിലേക്കായിരുന്നു, ഫോറം മാളി. ഇപ്പച്ചി ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ പോയ മാളാണത്ര. എന്തായാലും ഇപ്പച്ചിയുടെ മെമ്മറീസൊക്കെ റീകോൾ ചെയ്യല്ലേ. ഞങ്ങളും അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂടി മാളിൽ പോയി. അവിടെ കുറേ നേരം നടന്ന് മാളൊക്കെ ഒന്ന് ചുറ്റി കണ്ട്. പിന്നെ ഖത്തറിലത്തെ കുറേ മാളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് മാള് കണ്ടപ്പോൾ ഇഷ്ടമാവുകയൊക്കെ ചെയ്ത്. നല്ല രസമുണ്ട്. കുറേ മുന്നത്തെ മാളാണെങ്കിലും അതൊന്നും അവിടെ കാണില്ല കേട്ടോ, നല്ല രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറെ പോയത് കുറേ ഫുഡുള്ള സ്ഥലത്തേക്കാണ്. ഇവരാണെങ്കിൽ എൻ്റെ വയറിന് പ്രശ്നം ഫുഡുള്ള സ്ഥലത്തേക്കാണെങ്കിൽ പോകും ചെയ്യുക. എന്താ കഥ പടച്ചോനെ, എന്താ ഇപ്പോൾ ഇത് തേങ്ങ മുളച്ചത്, ഇതൊക്കെ ഇവിടെ വിൽക്കാണ്ടോ. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്, കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ സ്പെഷ്യൽ സാധനങ്ങൾ, ബദാം മിൽക്ക് എന്തൊക്കെയോ പറയുന്നത്, ഞാൻ പേര് പോലും കേട്ടിട്ടില്ല. ദീദി പറഞ്ഞു ഈ സാധനം വേണമെന്ന്. ദീദിയുടെ ഒരു ആഗ്രഹമില്ല, അങ്ങോട്ട് മേടിച്ചു കൊടുക്കുക. എന്തായാലും ദീദിക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ. പിന്നെ ദോശക്കടയിൽ പോയപ്പോൾ വെറൈറ്റി ദോശ ഒഴിക്കൻ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ച് പരത്തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവസാനം ദീദി ഒരു ദോശ ഞങ്ങളും അങ്ങോട്ട് മേടിച്ച് ആ ദോശ കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് വന്നത്. ഇന്നത്തെ പരിപാടി ദോശത്തോടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ എന്താണ് വയറൊക്കെ ഒന്ന് ശരിയായിട്ട് കിട്ടിയാൽ മതി, എന്നാൽ പിന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ പറ്റും. ഇപ്പോൾ ഒന്നും തിന്നാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാനും പോണത്. എന്തായാലും നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ടോ വേഗം മാറാൻ. അപ്പോൾ ഇതാണ് അവസാനം ദോശ എന്ന് പറഞ്ഞത്. നല്ല അടിപൊളി ദോശയാണ് കാണാൻ കേട്ടോ. അപ്പം ഞാൻ അടുത്ത ദിവസമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.